നമസ്കാരം. മനോരഥത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. പ്രേക്ഷകരുടെ കത്തുകളും ഇമെയിലും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും മനോരഥത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്ത്രീകളറിയൻ എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പേരൂർക്കട പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. വെൽക്കം ഡോക്ടർ. നമുക്ക് ആദ്യം ഒരു കോൾ ഉണ്ട്, കോളിലേക്ക് പോകാം. ഹലോ ഹലോ, മനോരഥത്തിലേക്ക് സ്വാഗതം. ആരാണ്? ശ്രീകാന്ത്, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഹലോ, ഡോക്ടറിനോട് സംസാരിച്ചോളൂ ശ്രീകാന്ത്. എന്റെ വൈഫിനാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ താല്പര്യക്കുറവാണ്. അതെന്താണ്, ലൈംഗിക രോഗമാണോ ഡോക്ടർ? ശ്രീകാന്ത് ഒരു കാര്യം ചെയ്യണം. ആദ്യം വൈഫിന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. ഇത് ഒറ്റ വാക്കില് മറുപടി പറയാൻ പറ്റുന്ന ഒരു സംഭവം അല്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് അവരുടെ ഹോർമോൺസ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ മാനസികമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് നോക്കണം. അല്ലെങ്കിൽ വല്ല പേടിയുണ്ടോ എന്ന് നോക്കണം. അവരെന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടോ, അവർക്ക് വേറെ എന്തെങ്കിലും പേടിയുള്ള പ്രശ്നമോ, അല്ലെങ്കിൽ പണ്ട് ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പം ഈ ലൈംഗിക ബന്ധത്തിനെ കുറിച്ച് പേടിപ്പെടുത്തിയിട്ടുണ്ടാവാം. ലൈംഗിക ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ടുണ്ടാവാം. മനസ്സിലായോ? അപ്പം ഫസ്റ്റ് അവര് അതാ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വേണ്ടത് അവരെ നല്ല ഒരു ഗൈനക്കോളജിസ്റ്റിനെ എന്ന് വെച്ചാൽ മാനസികമായിട്ടും കൂടി അവരെ ട്രീറ്റ് ചെയ്യാൻ, അതായത് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് ഒരു പരിഹാരം കിട്ടും. ഓക്കെ ശ്രീകാന്ത്, താങ്ക് യു. ലൈംഗിക രോഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, മാനസിക രോഗം എന്നൊക്കെ പറയുന്ന പോലെ. ലൈംഗിക രോഗമാണ് ഇതിപ്പോ പറ്റിയിരിക്കണെന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞ മാതിരിയാ. ഫ്രണ്ട്സിന്റെ അനാവശ്യമായിട്ടുള്ള ഒരു അഡ്വൈസസ് ആവശ്യമില്ലാതെ കിട്ടും. മെയിൽസിനും അങ്ങനെയാണ്, ഫീമെയിൽസിനും അങ്ങനെയാണ്. ഞാൻ രണ്ട് വിഭാഗക്കാരുടെ നിന്നും കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും ഈ പുരുഷത്വം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആണത്വം ഇല്ലാണ്ടായി പോവും, അല്ലെങ്കിൽ സ്ത്രീ ഇതിപ്പം ലൈംഗിക ബന്ധത്തിന് ഭയങ്കരമായ ഒരു വേദനാജനകമായ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ അതൊക്കെ. സോ അതൊന്നും മ്യൂച്വൽ ഒരു സംസാരിച്ച് സ്വന്തമായി പറയാനൊന്നും ഒരു താല്പര്യം കാണിക്കുന്നില്ല. പറഞ്ഞ പോലെ നമ്മളെ നിസ്സാര ഭാഷയിൽ പറഞ്ഞ ആക്രാന്തം കാണിക്കാണ്ടിരിക്കുക. ഇപ്പൊ ആക്രാന്തം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭാര്യയ്ക്ക് ലൈംഗിക രോഗമാണോ ഡോക്ടർ. ഇത് എങ്ങനെയെങ്കിലും ഇതൊരു സംഭവം നേടിയെടുത്ത് അതിങ്ങനെ ഒരു നടന്നു കിട്ടുക, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോ എല്ലാം കഴിഞ്ഞു. ഒരുപക്ഷെ ഒന്ന് ചോദിച്ച് ഭാര്യയോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ഇതൊരു പ്രക്രിയ, അതങ്ങ് നടത്തി കഴിയുക. അങ്ങനെ അതല്ല, അത് സത്യത്തിൽ അങ്ങനെ അല്ല. ഇതിനെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആളുകൾക്ക് കുറച്ചും കൂടെ ദൈവഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ദൈവികമായിട്ട് കണ്ടിരുന്നു. അപ്പൊ അതിന് കുറച്ചും കൂടെ അതിനെ സംസാരിച്ച് മനസ്സിലാക്കി പാർട്ട്ണർ, നമ്മുടെ കൂടെയുള്ള പങ്കാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്കും അതിലൊരു താല്പര്യം തോന്നുന്ന രീതിയിൽ പതുക്കെ അവരോട് അടുക്കുക. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അതിനൊരു രസം ഉണ്ടായിരുന്നു, അതിനൊരു എന്തോ ഒരു നന്മ ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒരു നന്മ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഈ കല്യാണത്തിന് മുമ്പേ തമ്മിൽ ബന്ധപ്പെടുക, അത് ചെയ്യാം, അമ്മയും അച്ഛനെയും പറ്റിക്കുക, അല്ലെങ്കിൽ ഒളിച്ചോടുക, ഇതൊക്കെ കാണിക്കുന്ന കുട്ടികൾ ഈ ഒരു നന്മയിൽ നിന്ന് ജനിക്കുന്നവരായിരിക്കില്ല ഒരിക്കലും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളെ സൊസൈറ്റി ഒരു തെറ്റായ രീതിയിലോട്ട് പോകുന്നത്? അമ്മയും അച്ഛനിൽ നിന്ന് നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നന്മ, അതായത് പണ്ടത്തെ ആളുകൾ പറഞ്ഞതിലൊരു സയൻറ്റിഫിക് ഇത് എന്തായാലും ഉണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം, ആ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. അതായത് ഒരു അണ്ടവും ബീജവും തമ്മിൽ ചേരുന്ന, അതായത് കുഞ്ഞ് ജനിക്കുന്ന സമയമല്ല, ഇത് രണ്ടും ചേരുന്ന ഒരു നേരം ഉണ്ടല്ലോ. അപ്പൊ അമ്മ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ അപ്പോഴും ഏത് തരത്തിലായിരിക്കണം? ചിലപ്പം മദ്യപിച്ചുകൊണ്ട് വന്നായിരിക്കും അച്ഛൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മ ദുഃഖത്തിലായിരിക്കും ചിലപ്പം ഈ പ്രക്രിയക്ക് സമ്മതിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ രണ്ടും തമ്മിൽ അടുത്ത് ആ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഭ്രൂണം ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞ് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു തെറ്റായിട്ടായിരിക്കും പിന്നെ വളർന്നു വരുന്നത്.
അതിന് എന്തെങ്കിലും ഒരു തെറ്റായിട്ടായിരിക്കും അത് പിന്നെ സംഭവിക്കുന്നത് എന്നുള്ളത് പണ്ട് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതൊന്നും തീരെ തെറ്റാണെന്ന് എത്ര സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ പിന്നെ സംസാരിച്ചാലും പിടിച്ചാലും ഒന്നുമില്ല. അത് തന്നെയാണ് നമ്മൾ ഈ ക്രോമോസോമൽ അനാലിസിസിലൊക്കെ പിന്നെ പറയുന്ന സംഭവങ്ങൾ, ഇപ്പോഴത്തെ സയൻറ്റിഫിക് സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ക്രോമോസോം. അപ്പം നല്ല ബീജം എന്ന് പറയുന്നത് ഈ ഉണ്ടാകണം, ഹെൽത്തി സ്പേംസ് നമ്മൾ പറയണത് ഇത് തന്നെയാണ്. ആ നല്ല ബീജവും നല്ല ഈ അണ്ടവും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, തമ്മിൽ ചേരണമെങ്കിൽ ആ ഒരു സമയം നല്ലതായിരിക്കണം. അതുണ്ടാകണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കുഞ്ഞുണ്ടാവുള്ളൂ. നാളെ തെറ്റുകളിലേക്ക് ചെന്ന് ഉണ്ടാകാനുള്ള പ്രവണതയുള്ള കുട്ടി, നാളെ ഈ ഒരു ഗുണ്ടയായിട്ട് മാറുന്ന ഒരു കുട്ടി, അതിനുള്ള പ്രവണത, അല്ലെങ്കിൽ നാളെ ഒരു കള്ളനായിട്ട് മാറാൻ പ്രവണതയുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ വേറെ തെറ്റുകളിലേക്ക് പോകാനുള്ള പ്രവണതയുള്ള പെൺകുട്ടികൾ, ഇതൊക്കെ ജന്മന ഉണ്ടാകുന്ന ഒരു സംഭവം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കുട്ടികൾ എവിടെ ചെന്ന് നമ്മൾ അവരെ ഏത് തെറ്റുകളുടെ ഇടയിൽ കൊണ്ട് നിർത്തിയാലും അവരവരുടെ നന്മയിൽ തന്നെ നിൽക്കും. അത് ഞാൻ ഒരുപാട് കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. ഇനി എവിടെ നിന്നാലും ഏത് നാട്ടിൽ കൊണ്ടിരുത്തിയാലും അവരവരുടെ ഒരു ഇത് കീപ്പപ്പ് ചെയ്യും.